നല്ല പഞ്ഞി പോലുള്ള നൂൽപുട്ട്. ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ? നൂൽപുട്ട് അഥവാ ഇടിയപ്പം. എല്ലാവരും പറയുന്നത് ഇടിയപ്പം എന്നാണെങ്കിൽ നമ്മൾ പറയുന്നത് നൂൽപുട്ട് എന്നാണ്. നൂലപ്പം അല്ലെങ്കിൽ നൂൽപുട്ട്. പേര് പോലെ തന്നെ ഉണ്ടാക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. തലേന്ന് കുതിർത്ത് വെച്ച പുഴുക്കലരി കഴുകി വാരി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. അതായത് ഒരു തരി പോലും പാടില്ല. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അതിനുശേഷം ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് ഈ മാവ്, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ തീ കുറച്ച് വെച്ച് കുറുക്കിയെടുക്കണം. അതായത് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പാകം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ശേഷം സേവനാഴിയിൽ ഏറ്റവും ചെറിയ ഓട്ടയുള്ള അച്ചെടുത്ത് ഇട്ടതിന് ശേഷം മാവ് നിറച്ച് നമുക്ക് ചുറ്റിയെടുക്കാം. ഇഡലിത്തട്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓരോ കുഴിയിലും മാവ് ചുറ്റി എടുക്കണം. ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് കൈവേദനയ്ക്കൊന്നും ചെയ്യില്ല കേട്ടോ. സിമ്പിളായിട്ട് തന്നെ ചുറ്റി എടുക്കാൻ പറ്റും. അങ്ങനെ മുഴുവനായിട്ട് ചുറ്റിയ ശേഷം വേണ്ട ആവി കയറ്റി എടുത്തതാണ് ഇത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇടിയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒന്ന് തണുത്ത ശേഷം നമുക്ക് തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം. നല്ലപോലെ തണുത്ത ശേഷമാണെങ്കിൽ തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇത് നോക്കിക്കേ, നല്ല പഞ്ഞി പോലുള്ള നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ.